എൻ്റെ ടൂൾസ് ഒന്നുമില്ല, അത് കണക്ക് ഫാൻ്റെ ഒന്നുമില്ല. അപ്പോൾ കൈ കൊണ്ട് എങ്ങനെ എടുക്കേണ്ടത് നോക്കാം നമുക്ക്. ഹലോ ഗൈസ്, 419 ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡൻ ഇളയക്ക ദം ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടുന്ന് ഇളയക്ക വരാൻ പോകുന്നത്. ഇവിടെ ആഴം കുറച്ച് കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാലായി ഷട്ടക്രം പിടിച്ചിട്ടിട്ട് അതിൻ്റെ, അപ്പോൾ അതുകൊണ്ട് ആഴം കുറച്ച് വിടുന്നതാണ്. എന്നാലും നമ്മൾ ഇറങ്ങിയിട്ട് വരാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇളയക്ക എടുക്കാൻ വേണ്ടിയിട്ട് നല്ല കീയാണ്. അപ്പോൾ നമുക്ക് ഇളയക്ക എടുത്തിട്ട് കാണാം എങ്ങനെയുണ്ട് നോക്കാം ഗൈസ്. ഓക്കെ കിട്ടിയിട്ടേ കൂട്ടാ ഗൈസ്. അപ്പം ഇളയൊക്കെ വരാൻ നമുക്ക് ഏറ്റവും ആവശ്യമായ ടൂളാണ് ഫാനിൻ്റെ കവർ. ഇതിനെ കൊണ്ട് നമ്മൾ ഇളയൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇളയൊക്കെ വരലേക്ക് കിടക്കാം. ഇനി ഗൈസ്, അപ്പോൾ ഇളയൊക്കെ എങ്ങനെ വരുമെന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഇളയൊക്കെ എളുപ്പത്തിൽ വരാനുള്ള സാധനം ഗൈസ്. അപ്പം എൻ്റെ ടൂൾസ് ഒന്നുമില്ല, അത് കണക്ക് ഫാൻ്റെ ഒന്നുമില്ല. അപ്പോൾ കൈ കൊണ്ട് എങ്ങനെ എടുക്കേണ്ടത് നോക്കാം നമുക്ക്. എത്ര റേറ്റിൻ്റെ പോയിത്തെ? 1 2 3 4 5 6 7 9 ഗൈസ്. കൈ കൊണ്ട് വാരിയത് എന്റെ വലയോണ്ട് കിട്ടോ? കുറെ സമയം കഴിച്ചോണ്ട് ഇതിനത് ഞാൻ നീർന്നായി. വാച്ച് വാട്ടർ പ്രൂഫ്. സലീം മാറും ഗൈസ്. അപ്പം നമ്മ ഈ പുഴയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ഈ പുഴയിൽ എല്ലാവർക്കും നീന്താനും എല്ലാവർക്കും തോണി തോയാനും എല്ലാവരും എക്സ്പേർട്ടേഴ്സാണ്. അപ്പം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പുഴയെക്കുറിച്ചും വെള്ളത്തിനെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇത് ആരും അനുകരിക്കരുത്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ. ഈ പുഴയുടെ അടുത്ത സൈഡിൽ വീട്ടിലെല്ലാവരും ഇത് അനുകരിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഇതേപോലെ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള എല്ലാ സേഫ്റ്റി മെഷേഴ്സും എല്ലാ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സും എല്ലാം എടുത്തിട്ട് വേണം വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പം ആരും ഇത് അനുകരിക്കരുത്. അപ്പോൾ ഇന്നത്തെ പാചകത്തിന് വേണ്ടിയുള്ള അടുപ്പ് നമ്മൾ കത്തിക്കുന്നതാണ്. അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇളയൊക്കെ പൂങ്ങാൻ ആവശ്യമായിട്ട് ഇളയൊക്കെ ഇതിൻ്റെ മീത്ത പൂങ്ങാൻ വെക്കുന്നതാണ് പാത്രത്തിൽ. നമ്മളെ ആദ്യത്തെ തന്നെ ഭയങ്കര ടഫ് ടാസ്ക്കാണ്. ഇളയൊക്കെ പൂങ്ങിയിട്ട് തോട് കളയാണ്. ഇളയൊക്കെ പൂങ്ങാൻ വെച്ച് കുറച്ച് ഇതിൻ്റെ തോട് കളഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ ഇറച്ചി നമുക്ക് എടുക്കാൻ വേണ്ടി. ഒരു അരമണിക്കൂർ നേരം വെക്കണം. എന്തെല്ലാം ഉണ്ടത്? കഷ്ടം. അപ്പോൾ ഇളയൊക്കെ ഏകദേശം പൂങ്ങിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇളയക്കര വായി തുറന്നിട്ടുണ്ട് ഗൈസേ. നമുക്കിത് പുറത്തെടുത്ത് വെച്ച് ഇതിൽ നിന്ന് ഇതിൻ്റെ വേസ്റ്റ് കളയാവുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പൂങ്ങി ഇളയൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ വായെല്ലാം പൊളന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ഇറച്ചി പുറത്തേക്ക് എടുക്കേണ്ടത്. അതിൽ നിന്ന് ഇറച്ചി ഇങ്ങനെയാണ് പുറത്തേക്ക് എടുക്കേണ്ടത്. പോയി 1 2 ഇറച്ചി ഉണ്ടാവും. ഒരു സൈഡ് ഒന്ന്, ഒരു സൈഡ് ഒന്ന്, 2 ഇറച്ചി ഇല്ലോട്ടാ. ഇളയൊക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇളയക്ക് നിന്ന് ഇളയക്കര വേസ്റ്റ് കളയുന്നതാണ്. പൂങ്ങ ഇളയൊക്കെ എടുത്തിട്ട് അതിൽ നിന്ന്
വേസ്റ്റ് പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. കാണിച്ചു കാണിച്ചേ. കളി ശരിക്കും ഹോട്ടലൊന്നും ഇത് കളയലൊന്നുമില്ല. എല്ലാവരും കളയില്ലേതാ, ഇതാണ് വേസ്റ്റ്. ഹോട്ടലിൽ കളയിലാണ്. അധികം ആൾ കളയാനൊന്നുമില്ല, ഇത് ഭയങ്കര പണിയാണ്. ഹോട്ടലിൽ നിന്ന് അവിടെ കളയില്ല. പക്ഷേ കളയാതെ വെച്ചാൽ വയറുവേദന എല്ലാം വരും കുറേ ആൾക്ക്. ടാസ്ക് പണിയാണ് കേട്ടോ അത്. ഇത് കുറേ ഇതാണ് ഈ ആക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കല്. പേ നോക്ക് തല കുത്ത പിടിച്ച് നേരെ വെക്കുന്നില്ല കേട്ടാ. അപ്പോൾ ഇളയക്കര വേസ്റ്റ് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇളയക്കെല്ലാം ഫ്രഷ് ആയിട്ട് വേസ്റ്റെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നേരെ പാചകത്തിൽ കിടക്കാം. ഗൈസ് നമ്മുടെ ഇളമ്പക്ക വേസ്റ്റെല്ലാം കളഞ്ഞിട്ടുണ്ട്. നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയിട്ട് വെള്ളമെല്ലാം പിഴിഞ്ഞ് ഇതിലൊക്കെ അപ്പോൾ ഇത് കഴുകാൻ ഇതിൻ്റെ വേസ്റ്റെല്ലാം കളയാൻ കൊണ്ട് കുറേ സമയം എടുത്തു. ശരിക്കും ഒരു 2 മണിക്കൂറോളം എടുത്തിട്ടുണ്ടാവും കഴുകിയിട്ട് ഇതിൻ്റെ വേസ്റ്റ് കളയാൻ. ഇടയ്ക്ക് ബിരിയാണി ആക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. തക്കാളി, ഉള്ളി, പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഗരം മസാല, ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ ഇറച്ചി മസാല, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പറങ്കിയുണ്ട്, ക്യാരറ്റ്, ഇഞ്ചി, പിന്നെ ഇളമ്പക്ക. ഇതിനോട് പറയാൻ മതി. അപ്പോൾ പ്രൈത്ത് ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. മസാലക്കുള്ള ഉള്ളിയായത്. കച്ചമ്പറിന് അടുത്ത് മുറിക്കണം. മസാലക്കല്ലേ മസാലക്ക് എടാ ഉള്ളി ഉണ്ടല്ലോ ആടാ. കച്ചമ്പറിന് ഉള്ളി വേണം. കത്തി പോരാ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഗൈസ് നമ്മുടെ ബിരിയാണി ആക്കേണ്ട സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പച്ചക്കറിയെല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇളമ്പക്ക മറ്റു പൊടിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്തത് മസാല ആക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആദ്യം ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. അടുത്തെടുത്ത് കൊടുത്തോ. ഇത് കുറച്ച് പാടിച്ചാ കിട്ടാ പോരെ.
കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിടുന്നുണ്ട് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉള്ളി കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് നല്ല ചേർത്ത് കൊടുക്കാം. നന്നായി കളക്കെടുത്ത് പോയി. അടുത്ത തക്കാളി ഇടാൻ പോകുന്നത്. കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് എടാ നമ്മുടെ ഉള്ളി തക്കാളി പേസ്റ്റ് ഇതെല്ലാം ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു നോക്കാം കുറച്ച് സമയത്തേക്ക്. ആവി പുറത്ത് പോകില്ല. അപ്പം മഞ്ഞപ്പൊടി, കുമുട്ടി, പറങ്കിപ്പൊടി, കളറിനാവും നാടൻ പറങ്കിപ്പൊടി, കുരുമുളക് പൊടി, ഇറച്ചി മസാല, ഗരം മസാല, അതിൻ്റെ മെയിൻ സാധനം ഇളയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി പോട്ടാം. നല്ല മസാല പിടിച്ച് വരുന്നതായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ആക്കി. ഉപ്പ് മറ്റേ ഇളയൊക്കെ കുറച്ച് അധികം ഉണ്ട്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് മുങ്ങുന്ന രീതിയിൽ നമ്മുടെ ഇളയക്കൊക്കെ മസാല എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വിളമ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലുണ്ട്. ഗൈസ്, നമ്മളെ ഇളമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. മസാല എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിന് വാങ്ങി വെച്ചിട്ട് അത് ചോറിൻ്റെ പരിപാടി നോക്കാം. നമുക്ക് ഗൈസ്, നമ്മുടെ ഇളയ്ക്ക് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കടുത്ത് റൈസിൻ്റെ പരിപാടി തുടങ്ങാം. നല്ല തീയിലേക്ക് വെക്കാം. ഗൈസ്, നമ്മൾ അരി കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അടുത്തായി പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടെടുത്ത് കുറച്ച് ഇളക്കുണ്ടായിരുന്നു. അതിനിട്ടിട്ട് ഞാൻ ചേർത്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് നാരങ്ങ മുറിച്ചതും കുറച്ച് പച്ചമുളക് മുറിച്ചതും നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക. ഇത് റൈസിന് വേണ്ടിയിട്ടില്ല കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് പറ്റിയിട്ടുണ്ടോ നമുക്ക് നോക്കാം.
അങ്ങോട്ട് പൊരിക്കാം. കുറച്ച് ഉപ്പാട് ഏകദേശം കാറ്റത്ത് പാറന്ന് നോക്കണം. കുറച്ച് ആഡ് ചെയ്തു, കുറച്ചും കൂടെ ചെയ്തോ. വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് മൂടി വെക്കാം നമുക്ക്. ഒരു 2 മിനിറ്റ്. അവിടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരി കുറച്ചിട്ടോ നമുക്ക് അതിൽ നല്ല നല്ല ഇട്ടോ, തെറിക്കണ്ട. തട്ട തട്ട ഇനി നമുക്കിത് പാകാവുന്നവരെ മൂടി വെക്കാം. ഇളക്കിയാ ഇതാവലായിട്ടാ ചോറൊന്ന് പാകായോ നോക്കാം നമുക്ക്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഏകദേശം വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. നല്ല മണം വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് അപ്പോൾ ഒന്ന് സെറ്റായിട്ട് വരും. വെള്ളമെല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട്. വാങ്ങി വെക്കാലോ ഇനി. നമ്മുടെ റൈസ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വെച്ചിട്ട് വിളമ്പക്കയിൽ ദമ്മിടാം. ഓക്കെ, നമുക്കിനി ബിരിയാണി റൈസിന് വേണ്ടിയിട്ടുള്ള ഉള്ളി വാട്ടാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളി നമുക്ക് വാട്ടിയെടുക്കാം. ഉള്ളി ഇടട്ടാ. കുറച്ച് ഉള്ളി ആഡ് ചെയ്തോ. ഇത് ബിരിയാണി റൈസിന് വേണ്ടിയിട്ടില്ലാണ്, അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ മുന്തിരി അപ്പോൾ വാട്ടിയിട്ടുണ്ടമ്മോ. ഉള്ളി വാട്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുന്തിരി ഇടുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അടുത്തത്. ഇതും കൂടെ കുറച്ച് വാട്ടിയിട്ട് മൂന്നും കൂടി മിക്സ് ആക്കാൻ വേണ്ടതാണ്. അടിപൊളി മണം വന്നിട്ടുണ്ട് ഇതിൻ്റെ. കുറച്ച് ഉള്ളി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. കുറച്ച് പുതിന മല്ലിച്ചപ്പിടാം. ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് സഹായിക്കടാ. കുറച്ച് പുതിന മല്ലിച്ചപ്പും കൂടെ വിതറാം. ഇനി കുറച്ചും കൂടെ റൈസ് അതിൻ്റെ ഇട്ട് കൊടുക്കാം. റൈസ് ഇടാം. ഇത് ലെവലാക്കി ഇടുന്നത്. അടിപൊളി മണം. കുറച്ച് നെയ്യ്, ക്യാരറ്റ് ഇനി വിതറാം നമുക്ക്. കുറച്ച് നെയ്യ് ഒഴിക്കും. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഗൈസ്, നമ്മുടെ റൈസ് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു 20 മിനിറ്റ് വരെ നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കനൽ കോരിയിടാം ദമ്മാക്കാൻ വേണ്ടിയിട്ട്. കനൽ കോരിയിടുന്നുണ്ട്. ദമ്മാക്കാൻ വേണ്ടി കനൽ കോരി ഇടുന്നത്. ചൂട് നല്ല ചൂടുണ്ട്. ഗൈസ്, നമ്മളെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദം എങ്ങനെയുണ്ട് നോക്കാം. ഭയങ്കര നല്ല കാറ്റുണ്ട്. കനല് പാറുവോ? ഇല്ല, കനലൊന്നും പാറിയിട്ട. റൈസ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഗൈസ്. ആഹാ, സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് കൊടുത്തു. അടുത്ത കറിയാണ്. ഗൈസ്, നമ്മളെ ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വിളമ്പൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നമുക്ക്. ഇളക്കിയിട്ട് നല്ല വേവലായിട്ട് റൈസ് നല്ല വിട്ട് നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ.
അടിയിൽ നിന്ന് ഇളക്കി എടുത്ത പറയില്ലേ. കച്ചമ്പറാക്കാൻ വേണ്ടിയിട്ട് അടുത്ത് നമുക്ക് ബിരിയാണിയുടെ പുറം കഴിക്കാൻ വേണ്ടി കച്ചമ്പറാക്കുന്നുണ്ട്. ഉള്ളിയിലേക്ക് റൈത്താണ് കച്ചമ്പറാക്കുന്നത്. ഉപ്പെടുത്തു ഇതിനെ ഉപ്പും കൂട്ടി ആദ്യം ഒന്ന് നല്ല പാലിൽ തിരുമ്പി കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, തൈര്, ഒന്ന് മിക്സ് ആക്കി എടുത്തോ പറയില്ലേ. മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നല്ല പാലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കക്കിരി ആഡ് ചെയ്തോ. ഇതാ കുറച്ച് കക്കിരിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് കുറച്ചും കൂടെ വേണം. തൈര് കുറഞ്ഞു വിടാം. ഉപ്പ് കുറച്ചും കൂടെ വേണം. കച്ചമ്പർ റെഡി ആയിട്ടുണ്ട്. കച്ചമ്പർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇലയിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കാം. മതി. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാം. കച്ചമ്പർ വിളമ്പടയിൽ ആശ ഒന്ന് ഡെക്കറേറ്റ് ആക്കട. സൈഡിൽ വിളമ്പി കൊടുക്കാം. നമ്മളെ ബിരിയാണി എല്ലാം വിളമ്പി സെറ്റ് ആക്കിയിട്ട് നമുക്കിനി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പം വെള്ളക്ക് ബിരിയാണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. ഹായ് അപ്പുല്ലേ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിച്ച ജയേഷേട്ടൻ, വിജയേഷേട്ടൻ, അമല്, പിന്നെ മനീഷേട്ടനുണ്ട്, മജീഷേട്ടനുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ബിരിയാണി വെക്കാൻ വേണ്ടി സഹായിച്ചിന്. വെള്ളക്ക് ബിരിയാണി മജീഷേട്ടാ എങ്ങനെയുണ്ട്? ഇതു സെറ്റ്. ജയേഷേട്ടനാണ്, ജയേഷേട്ടൻ കുക്കാണ്. അടിപൊളി വിജയേഷേട്ടാ അടിപൊളി. നമ്മളെ ലാസ്റ്റോടെ അങ്ങനെ ഒന്നും പറയുന്നില്ല. മനീഷേട്ടാ അടിപൊളി അടിപൊളി സംഭവം ഇപ്പോൾ എല്ലാവരും അടിപൊളി പറഞ്ഞിട്ടുണ്ട്. തിന്ന് തീർക്കാം. ഓക്കെ, എല്ലാവർക്കും ഏകദേശം കലയുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയിൽ ഇനി എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള രസകരമായ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും എത്തുന്നതാണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തോണി തുഴഞ്ഞു. ഒന്ന് ഇങ്ങോട്ടുള്ള പിടിക്കാൻ നമ്മുടെ രാശിന് അത്ര ഒരു രസമില്ല, അവനൊരു മൂടുമില്ല. അതാണ് എല്ലാ വീട്ടിലും രാശി ഒരു സുഖമില്ലാത്ത പോലെയുണ്ട് രാശിന്.